ഇന്ന് നമുക്ക് പത്തിരിയുടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. എന്നാൽ സാധാരണ ഉണ്ടാക്കുന്നതിൽ കുറച്ചൊരു വ്യത്യസ്തതയിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വിടാം. ഇതിലേക്ക് മീഡിയം സൈസിലെ 2 സവാള നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു 5-6 കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കൈപ്പിടി അളവിൽ മല്ലിയില അതിൻ്റെ തണ്ടോട് കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസിലൊരു തക്കാളി ചെറുതായി മുറിച്ചിട്ടിട്ട് അതോടെ ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ. തക്കാളി വഴന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ ചിരവിയത്, കൂടുതൽ വേണ്ട, ഈ ഒരു അളവിൽ തന്നെ മതിയാവും. എന്നിട്ട് ഇതും കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഈ ഒരു രീതിയിൽ വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനും ചേർത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഇത്തിരി ചെറിയ ജീരകവും അതുപോലെ തന്നെ ഇത്തിരി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റും അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. നല്ലോണം അങ്ങ് തിളച്ച് വന്നോട്ടെ. ഈ സമയത്തിന് ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചെറിയ തീയിലിട്ടിട്ട് ഒന്നുകൂടെ നല്ലോണം വഴറ്റി മിക്സാക്കി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. 4-5 ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ പാകത്തിനുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക. വെള്ളം ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് കറിക്ക് ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇത്തിരി കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നങ്ങ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇത്ര തന്നെയുള്ള പരിപാടി. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതല്ല, ഈ ഒരു സമയത്തൊക്കെ കുബൂസൊക്കെ കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. വെറുതെ പച്ചവെള്ളത്തിലൊന്നങ്ങ് മുക്കിയിട്ട് നല്ല ചൂടുള്ള ചട്ടിയിൽ ഒന്നങ്ങ് തിരിച്ചും മറിച്ചു കൊടുക്കുക. കുറേ സമയത്ത് മുരിച്ച് ഡ്രൈ ആക്കി എടുക്കണ്ട, പെട്ടെന്ന് അങ്ങ് ചൂടാക്കി എടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെയും കുഴപ്പമൊന്നുമില്ല. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്